Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അംബേദ്കറെ അവഹേളിച്ച കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അനുഭവിക്കേണ്ടി വരുമെന്ന് BJP. പഞ്ചായത്ത് സെക്രട്ടറിക്കും ഭരണസമിതിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ സ്ഥാപിച്ചിരുന്ന അംബേദ്കർ പ്രതിമ പിഴുതുമാറ്റി പാഴ്വസ്തുക്കൾക്കൊപ്പം ഉപേക്ഷിച്ച പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. മറ്റു മാധ്യമങ്ങളൊന്നും കാണാതിരുന്നപ്പോൾ ചില പ്രാദേശിക മാധ്യമങ്ങൾ കണ്ടിട്ടും കണ്ണടച്ചപ്പോൾ മൈൻഡ് ഓഫ് അങ്കമാലിയാണ് ഈ ക്രൂരത പുറം ലോകത്തെ അറിയിച്ചത്. അതിന് ഉടൻ തന്നെ പ്രതികരണവുമുണ്ടായി. ദേശീയ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്ന കറുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ ഭരണഘടനാ ശില്പിയുടെ പ്രതിമയ്ക്കു നേരെ ഉണ്ടായ അവഹേളനം മാപ്പർഹിക്കുന്നതല്ലെന്ന് BJP ചൂണ്ടിക്കാട്ടി. കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി കറുകുറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ഭരണഘടനാ ശില്പിയെ അവഹേളിക്കുകയും ചെയ്ത പഞ്ചായത്ത് ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മാർച്ചിനു ശേഷം പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ ധർണയും നടന്നു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ അധികാരികൾ കഴിയുന്നതും നാളെ തന്നെ ഈ അംബേദ്കറുടെ പ്രതിമ ഇവിടെ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ആ അംബേദ്കർ പ്രതിമ എവിടെയാണോ ആ പ്രതിമ എടുത്തുകൊണ്ടുവന്ന് ഈ BJP ഈ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷ്ഠിക്കുമെന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് CP അശോകൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VN സുഭാഷ് മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളേറ്റവും ശ്രദ്ധിക്കുന്ന മൈൻഡ് ഓഫ് അങ്കമാലി പോലുള്ള വാർത്താ ചാനലുകളിൽ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായിട്ട് അവർ ഈ കാര്യം പൊതുജന മധ്യത്തിൽ കൊണ്ടുവരുന്നുണ്ടായി. ഏത് കാര്യമാണ് എന്നുള്ളത് നാം ചിന്തിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. കാരണം ഈ രാജ്യത്ത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഇരട്ടത്താപ്പിൻ്റെ വക്താക്കളായിട്ടുള്ള കോൺഗ്രസ്, ആ ഇരട്ടത്താപ്പിന്റെ വക്താക്കൾ അവരുടെ പേരിൽ തന്നെയുണ്ട്, അവരുടെ പ്രവൃത്തിയിലുമുണ്ട് ഈ ഇരട്ടത്താപ്പ്. രാഹുൽ വിൻസി എന്ന് പറയുന്ന ആ വ്യക്തി രാഹുൽ ഗാന്ധിയായി പരിണമിച്ചുകൊണ്ട് കയ്യിൽ ഒരു ഭരണഘടനയുടെ ഒരു ചെറിയ കോപ്പി പിടിച്ചുകൊണ്ട് കയ്യിൽ വീശിക്കൊണ്ടാണ് നമ്മുടെ പാർലമെന്റ് അങ്കണത്തിൽ വരുന്നത്. അപ്പൊ നാം വിചാരിക്കും ഈ ഭരണഘടനയിലുള്ള ബഹുമാനം കൊണ്ടാണ് ഇങ്ങനെ ഈ കോപ്പി. അന്ന് നമ്മുടെ ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലില് അന്ന് അനുരാഗ് ഠാക്കൂർ എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ
ആ മന്ത്രി, ആ മിനിസ്റ്റർ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ദയവ് ചെയ്ത് ശ്രീമാൻ രാഹുൽ ഗാന്ധി അങ്ങ് ഈ പുസ്തകം കൈ പിടിച്ചുകൊണ്ടിരിക്കാതെ, ഇന്ത്യയുടെ ഭരണഘടന കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാതെ തുറന്നു വായിക്കണം എന്ന്. അത് തുറന്നു വായിച്ചാലേ മനസ്സിലാകൂ അതിന്റെ ആരാണ് അത് നിർമ്മിച്ചത്. ആ ഭരണഘടന നിർമ്മാണ സഭയുടെ ചെയർമാനായിട്ടുള്ള ഈ ഭാരതത്തിന്റെ ഓരോ മനസ്സിലും തൊട്ടറിയുന്ന, ഓരോ മനസ്സിന്റെയും വികാരമായിട്ടുള്ള ശ്രീമാൻ അംബേദ്കർ. ആ അംബേദ്കർ ഇവിടെ രാജ്യത്തിന്റെ സ്വത്താണ്, അത് ഈ ലോകത്തിന്റെ സ്വത്താണ്. അങ്ങനെയുള്ള ഒരു സ്വത്തിനെ അതിന്റെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തി വെച്ച് മാലയിട്ട് പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവര്. അങ്ങനെ ആ പുഷ്പാർച്ചന നടത്തുന്ന, ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആ ദൈവത്തിന്റെ പ്രതിമയാണ്, ആ ആരാധന മൂർത്തിയെ തല്ലിപ്പൊളിച്ചവരാണ്, അത് കുപ്പത്തൊട്ടിയിൽ കൊണ്ടെറിഞ്ഞവരാണ്. ഈ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ എനിക്ക് പിറകിലുള്ള ഈ മന്ദിരത്തിലിരുന്ന് ആ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് അധികാരം കൈയാളുന്നത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭരണവർഗം, അധികാരി വർഗമേ, നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഈ ചെയ്ത പാതകത്തിന് ഈ പൊതുജനം, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് ജെ പൈനാടത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് KV ബിന്ദു, അങ്കമാലി നഗരസഭാ കൌൺസിലർമാരായ AV രഘു, സന്ദീപ് ശങ്കർ, നേതാക്കളായ പ്രദീപ് ശിവരാമൻ, PT ശശി, ബൈജു കാരിക്കാട്ടുവിള എന്നിവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.